കൃഷ്ണാവബോധം. ചിലര് അവരവരുടെ എന്താ പറയാ ഈ കർമ്മഫലം കൊണ്ട് അവർക്കൊരു പക്ഷേ അത് പെട്ടെന്ന് അത് മനസ്സിലാക്കാനോ അവരുടെ അജ്ഞതയാൽ അവർക്ക് അതിനെ സ്വീകരിക്കാനോ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പൊ നമ്മളിപ്പം പലരോടും പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ എന്താ പറയാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രത്യേക നാമം ജപിക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ എന്നെങ്കിലും അവരിൽ കൃഷ്ണാവബോധം ഉണർന്നെഴുന്നേൽക്കും. പിന്നെ വിശ്വാസമില്ലാത്ത ആസുരിക സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഇപ്പം അവർക്കാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ജീവിത അനുഭവങ്ങൾ അവരെ ഇപ്പൊ അനുഭവമാണ് ഗുരുനാഥൻ എന്ന് പറയത്തില്ലേ, അനുഭവം കൊണ്ട് അവർക്ക് മനസ്സിലാക്കുന്നു എനിക്ക് ഈശ്വരനെ പ്രാപിക്കാതെ എനിക്ക് ഇനി എന്റെ മുന്നോട്ടുള്ള ജീവിതം കുറച്ച് ദുർഘടമായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി അവര് ചിലപ്പോൾ സ്വീകരിക്കും. പിന്നെ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് അർജുനന്, നമ്മളെ അപരാധത്തിലും 10 അപരാധത്തിൽ ഒന്നാണ് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ ജ്ഞാനം ഉപദേശിക്കരുതെന്ന്. അപ്പൊ നമ്മള് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവരോട് കുറെ സംസാരിക്കുമ്പോഴാ ഇപ്പൊ മായാവാദികളായിട്ടുള്ള ആൾക്കാർ, ഈശ്വരന് രൂപമില്ലെന്നുള്ള ആൾക്കാർ. പക്ഷെ ഇന്നും അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ആ ഈശ്വര വിചാരവും വിശ്വാസവും എന്താ പറയാ ഭഗവാന്റെ ഈ നാമജപത്തിലൊക്കെ കുറച്ച് വിശ്വാസമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുന്ന ഉടനെ നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയാ അവരോട് ഉപദേശിച്ചു കൊടുക്കാം. അവരോട് പിന്നെ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ഒരു വീട്ടിൽ തന്നെ കാണും ഇല്ലേ, ചിലർക്ക് ഒന്നീ ഹസ്ബൻഡ് ഡിവോട്ടി ആയിരിക്കും, ഭാര്യ തിരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഭക്തയായിരിക്കും, ഭർത്താവ് അതിന് അഗൻസ്റ്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് പ്രസാദമൊക്കെ കൊടുത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ അവർക്ക് പ്രസാദമൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രത്യേക നാമമൊക്കെ ജപിച്ച് ഒരുപാട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ കാലക്രമേണ തീർച്ചയായിട്ടും ഉള്ളിലിരിപ്പുണ്ട് പരമാത്മാവ്. ആ പരമാത്മാവ് എന്തെങ്കിലും റിയലൈസ് ചെയ്യും. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രയത്നം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്.